തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോടെ മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്നു മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാൻ. ഇപ്പോഴും നട്ടലോടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു പറ്റി മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ. കണ്ട തെണ്ടിയൊക്കെ പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കുവോ? ഞാൻ സ്കൂളിൽ നിന്ന് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തോക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്ന. ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണോ അല്ലേ? ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. അതെ, പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം, ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്തു നിന്നും എന്നെ ഒളിപ്പിച്ചത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നത്. ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. ചെറിയച്ഛന്റെ ആൾക്കാരാ, മാറിക്കോ. അവര് കാണണ്ട. ഞാൻ മാറില്ല. അയ്യോ, അവര് കണ്ട കൊല്ലും. ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. കേക്ക്.
എവിടെയായിരുന്നു? ആയിഷയുടെ വീട്ടില്. ആ കയറി ജീപ്പില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അച്ഛമ്മേ, ആ ഡോക്ടറെ കൈയോടെ കിട്ടി. തീർത്തു തീർത്തു. എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ. അമ്മയ്ക്ക് അത് മതി. ഇതാ ഫ്ലാറ്റിന്റെ ചാവി. നീ പോകുമ്പോ പൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ. അതിനെന്താ, അമ്മ വരാലോ. എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ആ എവിടെ നിർത്തിക്കോ. എത്രയായി? 10 രൂപയായി സാറേ. ഒരു സെക്കൻഡ്. രക്ഷപ്പെട്ടോ സാറേ. ഇല്ല, നോക്കാം. ശത്രുവല്ല, രക്ഷിക്കണം. ഞാൻ കുഴപ്പത്തില്ല. വേഗം കയറിക്കോ. ആരാ? ഞാൻ ഹരീന്ദ്രൻ. ഹരീന്ദ്രന്റെ പെണ്ണായത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. രക്ഷിച്ചതിന് നന്ദി. ശ്രമം പാളി അല്ലേ? ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത്. കയ്യിൽ കുടുങ്ങിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ. അവൻ അടങ്ങിയിരിക്കില്ല. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും.
സൂക്ഷിക്കണം. ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തില്ലാതായി പോയി. നരനായിക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ? ഇപ്പൊ ഞാൻ ഈ കുപ്പായിട്ട് ഞെളിഞ്ഞേക്കുന്നത് അവൻ ചെയ്ത ത്യാഗ. അന്നാ ശശിധരന്റെ കൊലക്കുറ്റം അവൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് തോറോത്ത് തറവാട്ടിലേക്ക് ഒരു MLA ഉണ്ടാവില്ലായിരുന്നു. ഏതവനായാലും നേരിട്ട് വെട്ടിത്താണത്വം കാണിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പോര് നടത്തിയല്ല. ശത്രു വേറെ ആരുമില്ല, അവൻ തന്നെയാ. സ്വന്തം നാട്ടിൽ വെച്ച് ഹരീന്ദ്രന്റെ രോമത്തിയെ പോലും സ്പർശിക്കാൻ പറ്റില്ലെന്ന് ഭരതൻ അറിയാം. അതുകൊണ്ട് ആ തെണ്ടി തട്ടകം മാറ്റി ചവിട്ടിയതാ. എന്തായാലും ചേട്ടന്റെ രക്തസാക്ഷിത്വം ഒന്ന് കഴിഞ്ഞോട്ടെ. ചക്കരക്കല്ല് ഇറങ്ങാനാവുണ്ടോ? ആ പോട്ടെ പോട്ടെ. ഹലോ ഹലോ, ടിക്കറ്റ്. ഏത് വകുപ്പില്? ഓഹോ, ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ? നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പ് വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ. വകുപ്പ് ഞാൻ പറയണോ? ഏത് വകുപ്പായാലും ശരി, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം. ചേട്ടാ, തർക്കം വേണ്ട. ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് ആളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത്. ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞത്. ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്. ഏത് നിമിഷവും അവർ ഈ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം. അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ. അതെ, വട്ട് കേസാ. അയാൾ തെരഞ്ഞെടുക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടൽ കൊണ്ട് നേടി നിർണ്ണയിക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലി കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ? മൃഗവൈദ്യ, ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കൊരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി ബോംബ് പൊട്ടി. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് അവന്റെ കഥ തീർന്ന്. കുട്ടാ ഓടല്ലേ. ആരിക്കാല ഒന്ന് നിന്നേ. നിന്റെ വിത്തുകളെ കൊണ്ട് കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാട് ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മളിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞുങ്ങളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏതാ? എന്നെ കൂടെ കൊണ്ടുപോ. നീ ഓടി ഒന്ന് വിട്ടോ. വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്നത് എത്തമ്മയാടാ. പണ്ടേ അവനൊരു കണ്ണുള്ളതാ. ഈടനെ ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡാ പോകുന്നത്? കാല രത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ലേ? നിർത്ത്. ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാല ഇട്ട് ഓടിക്കുവാ. ആണോ? മാറി ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാടാ. അയ്യേ, സ്റ്റാൻഡിൽ ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യനില്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാൻ. ഓ, ഇവന് കിട്ടിയിട്ടില്ലേ? മതിയാ. ഇത് ഗൗതം. ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം. ആള് നമ്മുടെ അനുഭാവിയാ. ഇടം മിടുക്ക. അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയുസ ഹരീന്ദ്രന്. അതുകൊണ്ടല്ലേ അന്യനാടായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ
നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയ പ്ലീസ്, പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ചുനാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും.